മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജാർഖണ്ഡ് സർക്കാർ 15 ലക്ഷം രൂപ തലയ്ക്ക് വില പറഞ്ഞ കുപ്രസിദ്ധ മാവോയിസ്റ്റ് നേതാവ് മാർട്ടിൻ കെർക്കറ്റ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, ഈ മാർട്ടിൻ കെർക്കറ്റയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 15 ലക്ഷം രൂപ ജാർഖണ്ഡ് സർക്കാർ തലയ്ക്ക് വില പറഞ്ഞ കുപ്രസിദ്ധ മാവോയിസ്റ്റ് നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ജാർഖണ്ഡിലെ ഒരു കുപ്രസിദ്ധ മാവോയിസ്റ്റാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന മാർട്ടിൻ കെർക്കറ്റ എന്ന് പറയുന്നത്. സുരക്ഷാ സേന ഇയാളുടെ തലയ്ക്ക് 15 ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. ഇയാൾ നിലവിൽ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മാവോയിസ്റ്റ് സംഘടനയുടെ നേതാവാണ്. ഇയാൾക്കായി കഴിഞ്ഞ കുറേ കാലങ്ങളായി സുരക്ഷാ സേനയടക്കം തെരച്ചിലടക്കം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രി ജാർഖണ്ഡിലെ ഗുംല ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഈ മാർട്ടിൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കാംധാര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ചങ്ബാന്തി ഉബർത്തോളി എന്ന പ്രദേശത്താണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇവിടെ വെച്ചുള്ള ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 9:30 കൂടിയായിരുന്നു ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സുരക്ഷാ സേനയും ഇത്തരത്തിൽ ഈ മേഖലയിൽ, ഈ ഉബർത്തോളി മേഖലയിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന അവിടേക്ക് എത്തിയത്. ആ സുരക്ഷാ സേന എത്തിയപ്പോൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ സേനയും തിരിച്ചടിച്ചു. അതിലാണ് ഈ PLFIയുടെ ഏരിയ കമാൻഡറായിട്ടുള്ള മാർട്ടിൻ കെർക്കറ്റ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഗുംല പോലീസ് സൂപ്രണ്ട് ഹാരിസ് ബിൻ സമാൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളെ തന്നെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് ഇയാളുടെ തലയ്ക്ക് പോലീസ് വിലയിട്ടിരുന്നത്. ശരി, ജാർഖണ്ഡ് സർക്കാർ 15 ലക്ഷം രൂപ തലയ്ക്ക് വില പറഞ്ഞ കുപ്രസിദ്ധ മാവോയിസ്റ്റ് നേതാവ് മാർട്ടിൻ കെർക്കറ്റ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.